ജില്ലയിൽ മഴയിൽ പരക്കെ നാശം. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. 7 വീടുകൾ ഭാഗികമായി തകർന്നു. പാവർട്ടിയിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. ചെവൂരിൽ ഫർണിച്ചർ നിർമ്മാണശാലയിൽ വൻ അഗ്നിബാധ. ഫർണിച്ചറും മെഷീനറികളും കത്തി നശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം. കൊടകര പുതിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ മോഷണം. ഓഫീസ് കുത്തിത്തുറന്ന് സ്വർണം പൂശിയ കോലം കവർന്നു. ക്ഷേത്രത്തിനുള്ളിലും പുറത്തുമായുള്ള 6 ഭണ്ഡാരങ്ങളും കുത്തിത്തുറന്ന് പണം കവർന്നു. കേച്ചേരി സെന്ററിൽ KSRTC ബസിന് പുറകിൽ സ്വകാര്യ ബസ് ഇടിച്ച അപകടം. അപകടത്തിൽ 15ഓളം പേർക്ക് പരിക്കേറ്റു. വെള്ളർക്കാട് മനപ്പടിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ച് മറിഞ്ഞ യുവതി ഉൾപ്പെടെ 2 പേർക്ക് സാരമായി പരിക്കേറ്റു. ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനത്തിന്റെ ഉപകരണങ്ങൾ മോഷണം പോയ സംഭവത്തിൽ വിവാദം മുറുകുന്നു. UDF ഭരണസമിതിയുടെ വീഴ്ചയാണെന്നാരോപിച്ച നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ചാവക്കാട് സബ് ട്രഷറി ജീവനക്കാർക്കെതിരെ എളവള്ളി പഞ്ചായത്ത്. സമയബന്ധിതമായി ബില്ലുകൾ സമർപ്പിച്ചിട്ടും ട്രഷറി ജീവനക്കാരുടെ അനാസ്ഥയിൽ പഞ്ചായത്തിന് പദ്ധതികൾ നഷ്ടപ്പെട്ടതായി ആക്ഷേപം. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിൽ മഴയിൽ പരക്കെ നാശം. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ 7 വീടുകൾ ഭാഗികമായി തകർന്നു. തോടുകളിലെയും കാനകളിലെയും ശുചീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കാത്തതുമൂലം പല പ്രദേശങ്ങളും വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. തെക്കൻ കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതോടെ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജില്ലയിൽ വെള്ളിയാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉയർന്ന തിരമാലകൾക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾക്കും വിലക്കുണ്ട്. മഴ കനത്തതോടെ പാവർട്ടി സെന്റർ വെള്ളത്തിൽ മുങ്ങിയതിൽ വ്യാപക പ്രതിഷേധം. നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം ഇരച്ചു കയറി നാശനഷ്ടങ്ങൾ സംഭവിച്ചു. കാന നിർമ്മാണത്തെക്കുറിച്ച് പരാതിപ്പെടുകയും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിലും അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. പാവർട്ടി പഞ്ചായത്ത് ഭരണസമിതി വേണ്ടത്ര പഠനം നടത്താതെ നടപ്പാക്കിയ അശാസ്ത്രീയമായ സെന്റർ വികസനമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. റോഡ് വളരെയധികം ഉയർത്തിയതും കാനയുടെ ആഴം മുൻപുണ്ടായിരുന്നതിനേക്കാൾ കുറച്ചതുമാണ് വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നത്. സെന്ററിൽ കുണ്ടക്കടവ് റോഡിൽ നിർമ്മിച്ച കൽവർട്ട് അനിയന്ത്രിതമായി ഉയരം കൂടിയതിനാലാണ് റോഡ് വളരെയധികം ഉയർത്തേണ്ടി വന്നത്. സെന്റർ വികസനത്തിൻ്റെ അപാകതകൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നിരവധി സമരങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും അധികാരികൾ ചെവിക്കൊണ്ടില്ല. ഭൂമിശാസ്ത്രപരമായി ഉയർന്നു നിൽക്കുന്ന സെന്റ് തോമസ് ആശ്രമത്തിനും സംസ്കൃത കോളേജിനുമിടയിൽ താഴ്ന്ന നിരപ്പിലാണ് പാവർട്ടി സെന്റർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് വെള്ളം ഒഴുകിപ്പോകാൻ 2 മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന് കുണ്ടുകടവ് റോഡ് വഴി കായലിലേക്കും മറ്റൊന്ന് MG റോഡിലെ പൂച്ചേരി തോട് വഴി ചമ്രം തോട്ടിലേക്കും. ഈ 2 മാർഗങ്ങളിലൂടെയും വേണ്ട രീതിയിൽ ജലം ഒഴുകിപ്പോകാത്തതാണ് പ്രധാന തടസ്സം. മഴക്കാലത്തിന് മുന്നോടിയായി വേണ്ട രീതിയിൽ കാനകൾ വൃത്തിയാക്കാത്തതും വെള്ളക്കെട്ടിന് കാരണമാവുകയാണെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആൻഡോ ലിജോ ആരോപിച്ചു. വിഷയത്തിൽ അടിയന്തര നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ ശക്തമായ സമരവുമായി രംഗത്ത് വരുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. TCV ന്യൂസ്, പാവർട്ടി. ശക്തമായ മഴയിൽ ചിറ്റാറ്റുകരയിൽ റേഷൻ കടയിലേക്ക് വെള്ളം കയറി. ചിറ്റാറ്റുകര പള്ളിക്ക് സമീപം പ്രവർത്തിക്കുന്ന TV സരസ്വതിയുടെ പേരിലുള്ള ARD 61 എന്ന റേഷൻ കടയിലേക്കാണ് വെള്ളം കയറിയത്. അരി, ഗോതമ്പ്, ആട്ട എന്നിവയുടെ ഏകദേശം 50ഓളം ചാക്ക് ധാന്യങ്ങൾ നശിച്ചു. പുറത്തുവച്ചിരുന്ന 40 ലിറ്റർ മണ്ണെണ്ണ ഡ്രം വെള്ളത്തിൽ ഒലിച്ചുപോയി. കനത്ത മഴയെ തുടർന്ന് ദേശമംഗലം ആറ്റുപുറം റോഡ് ഇടിഞ്ഞു. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാണ് ഉയരമുള്ള റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് മണ്ണും കല്ലും സമീപത്തെ വീട്ടിലേക്ക് വീണത്. ശബ്ദം കേട്ട ഉടനെ വീട്ടുകാർ പുറത്തേക്കോടി. ആർക്കും പരിക്കില്ല. വാർഡംഗം T സംഗീതയും പഞ്ചായത്ത് ഭാരവാഹികളും റോഡ് ഇടിഞ്ഞ സ്ഥലം സന്ദർശിച്ചു. വീട്ടുകാരെ മാറ്റി താമസിപ്പിച്ചു. ബുധനാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് കൊടുങ്ങല്ലൂർ നഗരത്തിൽ പലയിടങ്ങളിലും വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കാന നിറഞ്ഞൊഴുകി സമീപ പ്രദേശങ്ങളിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി. അശാസ്ത്രീയമായ കാന നിർമ്മാണവും വെള്ളക്കെട്ടിന് കാരണമായി. കാവിൽക്കടവ്, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പ്രദേശങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. ശക്തമായ ഇടിമിന്നലിൽ ലോകമല്ലേശ്വരത്ത് വീട്ടിലെ സ്വിച്ച് ബോർഡുകൾ പൊട്ടിത്തെറിച്ചു. വയലാർ വാടയിൽ ക്ഷേത്രത്തിന് സമീപം വട്ടപ്പറമ്പിൽ വിജയന്റെ വീട്ടിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. പുല്ലൂറ്റ തളിയാക്കാട്ടിൽ അഭിലാഷിന്റെ വീടിന്റെ ഭിത്തിക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കോതപ്പറമ്പ് തോടിന് സമീപം കനത്ത മഴയിൽ വഴി ഇടിഞ്ഞുപോയി. നഗരത്തിലും പരിസരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ്.
യാത്രാ ദുരിതത്തിനൊപ്പം വെള്ളക്കെട്ട് ദുരിതവുമായി പാലക്കലിലെ വ്യാപാരികൾ. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി വൻ നഷ്ടമാണ് ഉണ്ടായത്. മഴക്കാല ഒരുക്കങ്ങളുടെ ഭാഗമായി കാനകൾ വൃത്തിയാക്കാത്തത് മൂലമാണ് ദുരിതമുണ്ടായതെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാലക്കൽ യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ സൂര്യ പറഞ്ഞു. കാലവർഷം കനത്താൽ വ്യാപാര സ്ഥാപനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. സമീപത്തെ വീടുകളിലും വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ക്കാരും പാലക്കൽ പ്രദേശത്തു കൂടി പോകുന്ന ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കാലം 2 വർഷമായി അവരത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പാലക്കൽ റോഡ് പണി ആരംഭിച്ചു, അതിനുശേഷം വന്നിട്ടുള്ള ഈ പൊളിച്ചിട്ട് പോയിട്ടുള്ള കമ്പനി ഉപേക്ഷിച്ച് പോയത്, ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം കടക്കാരുടെ മേളിലാണ്. കടക്കാരിത് തടഞ്ഞു എന്നുള്ളൊരു വാദമാണ് ഉന്നയിക്കുന്നത്. കടക്കാർ ആകെ ചോദിച്ചു മാത്രമല്ല ചെയ്തിട്ടുള്ളത്, ഇത് ഈ പണി എന്ന് തീർക്കും, എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്ന് ചോദിച്ച ഒരു തെറ്റാണെന്ന് മറ്റുള്ളവർ പറയുന്ന ഒറ്റ കാര്യം മാത്രമാണ് പാലക്കൽ കടക്കാർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു മഴ പെയ്തപ്പോൾ പാലക്കൽ മുങ്ങി, നിരവധി കടകളിലേക്ക് വെള്ളം കയറി. അപ്പോൾ ഒറ്റ കാര്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ എന്തെല്ലാം ഭരണ സംവിധാനങ്ങളുണ്ട്? ഒരു മഴ തുടങ്ങുന്നു, മഴക്കാലം കേരളത്തിൽ ആരംഭിക്കുന്നത് ഇന്ന സമയത്താണെന്ന് മുൻകൂട്ടി അറിയാം. അതിന് മുന്നേ അതിൻ്റെ ഭാഗമായിട്ട് കാനകൾ വൃത്തിയാക്കണം. ഇവിടുത്തെ PWD കാനകൾ വൃത്തിയാക്കിയിട്ട് വർഷങ്ങളായി. ശരിക്കും പറഞ്ഞാൽ 2 സൈഡിലും കുറച്ച് കാന ഉള്ളത് പോലും വൃത്തിയാക്കില്ല. റോട്ടിൽ എവിടെ മഴ പെയ്താലും, പാലക്കൽ പള്ളി മുതൽ മഴ പെയ്ത് കഴിഞ്ഞാൽ, അതേപോലെ തന്നെ എടക്കുന്നി റോട്ടിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം മുഴുവൻ പാലക്കലെത്തി പാലക്കൽ താഴ്ന്ന പ്രദേശത്ത് നിൽക്കുന്ന കടകളിലേക്ക് മുഴുവൻ ആ വെള്ളങ്ങൾ കയറും. ഇനി ഈ റോഡ് പണി, ഹൈറ്റിൽ വരുന്ന റോഡ് പണി പോലും പൂർത്തിയാക്കാത്തൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ, കാനകൾ പണിയാതിരിക്കുകയാണെങ്കിൽ, കാനകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതൊക്കെ ബാധിക്കുന്നത് പാലക്കലെ കടക്കാരാണ്, അവരുടെ വ്യാപാര സ്ഥാപനങ്ങളെയാണ്. സ്ഥാപനങ്ങൾ ഒരുപാട് പൂട്ടിപ്പോയി. ഇതിനെതിരെ വാർത്ത ചെയ്തിട്ട് TCV പോലത്തുള്ള മീഡിയ 4 പോലത്തെ വാർത്താ ചാനലുകൾ ഇതിനെതിരെ വാർത്തകൾ ചെയ്ത് മടുത്തിട്ടുണ്ടാവും. അത്രയധികം വാർത്തകൾ മാധ്യമങ്ങളിൽ ഇതിനെതിരെ വന്നിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് അധികാരികളുടെ കണ്ണ് തുറക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. കനത്ത മഴയിൽ എളവള്ളിയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. പണ്ടാരക്കാട് മാടത്തിങ്കൽ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന അമ്പാട്ട് സുരേഷിന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. എളവള്ളി വില്ലേജ് ഓഫീസിലും പഞ്ചായത്തിലും വീട്ടുകാർ പരാതി നൽകി. പഞ്ചായത്ത് അംഗം TC മോഹനൻ സ്ഥലം സന്ദർശിച്ചു. മണലൂർ 8ാം വാർഡിൽ ഇറിഗേഷൻ കനാലിന്റെ സുരക്ഷാ ഭിത്തിയുടെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം 2 വീടുകൾ വെള്ളത്തിലായി. നിരവധി വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. വലിയ പറമ്പിൽ തുണ്ടൻ, വലിയ പറമ്പിൽ പ്രകാശൻ എന്നിവരുടെ വീടുകളാണ് ഭാഗികമായി വെള്ളത്തിലായത്. വീടിന് ചുറ്റും വെള്ളക്കെട്ടായതിനാൽ 2 വീടുകളിലെയും കക്കൂസുകൾ ഉപയോഗശൂന്യമായി. മഴ തുടർന്നാൽ പ്രദേശത്തെ 20 വീടുകളും വെള്ളത്തിലാകുന്ന അവസ്ഥയാണ്. എല്ലാ വർഷവും ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ വെള്ളത്തിന്റെ ശല്യം. മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 വീട്ടുകാർക്കാണ് ഇത്രയും വെള്ളം കൂടുതൽ. ഇവിടേക്കുള്ള കനാലിൽ കൂടെയുള്ള വെള്ളം മുഴുവൻ ഞങ്ങൾക്ക് ഈ സൈഡിൽ കൂടെ ഞങ്ങളുടെ ബാക്കിലേക്ക് ചെയ്ത് ഞങ്ങളുടെ വീടുകളിലേക്ക് വരെ ബാത്റൂം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇറിഗേഷൻ കനാലിൽ പാഴ്ചെടികളും മാലിന്യങ്ങളും കുമിഞ്ഞുകൂടിയതിനാൽ മഴവെള്ളത്തിന് ഒഴുകിപ്പോകാൻ മാർഗമില്ലാതെ കനാൽ കവിഞ്ഞൊഴുകിയാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. വേനലിൽ കനാൽ ഭിത്തികൾ നിർമ്മിക്കാൻ ധാരാളം സമയമുണ്ടായിട്ടും കരാറുകാരൻ സമയബന്ധിതമായി ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാലാണ് രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇവിടെ ഈ കനാലിൻ്റെ ഈ സൈഡ് പോർഷൻ്റെ പണി തുടങ്ങിയിട്ട് മാസങ്ങൾ കുറയായി. പക്ഷേ ഈ മഴ മുന്നറിയിപ്പ് ഉണ്ടായിട്ട് പോലും ഇത് ഈ കരാറെടുത്ത ആളുടെ അനാസ്ഥ മൂലമാണ് ഈ വെള്ളക്കെട്ട് ഇവിടെ രൂക്ഷമായിരിക്കുന്നത്. ഇവിടെ ഏകദേശം ഒരു 10-20 വീടോളം ഈ വെള്ളക്കെട്ട് മൂലം വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇന്നും മഴ കനത്ത് കഴിഞ്ഞാൽ ഈ പരിസരത്തുള്ള എല്ലാ വീടുകളിലും ഇവിടെ പുനരധിവസിപ്പിക്കേണ്ടി വരുന്നുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. ചെവൂരിൽ ഫർണിച്ചർ നിർമ്മാണശാലയ്ക്ക് തീപിടിച്ചു. നിർമ്മാണശാലയിൽ ഉണ്ടായിരുന്ന ഫർണിച്ചറുകളും മെഷീനറികളും കത്തി നശിച്ചു. ചെവൂർ സിവീസ് വുഡ് ഇന്റീരിയേഴ്സ് ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിനാണ് തീപിടിച്ചത്. തൃശൂർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഷാനവാസ്, സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ ജ്യോതി കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട, പുതുക്കാട് യൂണിറ്റുകളിൽ നിന്നും അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നിർമ്മാണശാലയിലുണ്ടായിരുന്ന തേക്ക് വീട്ടി മരങ്ങളും ഉപകരണങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമകൾ പറഞ്ഞു. കൊടകര പൂന്നിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിനുള്ളിൽ കയറിയ മോഷ്ടാക്കൾ ഓഫീസ് കുത്തി തുറന്ന് 2 ലക്ഷം രൂപ വില വരുന്ന സ്വർണം പൂശിയ കോലം കവർന്നു. വ്യാഴാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ കഴകക്കാരിയാണ് മോഷണം നടന്നതായി കണ്ടത്. ഉടൻ മേൽശാന്തിയെ വിവരം അറിയിക്കുകയായിരുന്നു. വിവരം പറഞ്ഞ് പുറത്തിറങ്ങാൻ നോക്കിയപ്പോഴാണ് തന്റെ മുറി പുറത്തുനിന്ന് പൂട്ടിയതായി മേൽശാന്തി അറിയുന്നത്. ശ്രീകോവിലിന്റെയും ഉപദേവതാ പ്രതിഷ്ഠകളുടെയും വാതിലുകൾ മുഴുവൻ തകർത്ത നിലയിലാണ്. ശ്രീകോവിലിൽ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ക്ഷേത്രത്തിനുള്ളിലും പുറത്തുമായുള്ള 6 ഭണ്ഡാരങ്ങളും കുത്തി തുറന്ന് പണം കവർന്നു. നോട്ടുകൾ മാത്രം എടുത്ത് നാണയങ്ങൾ തറയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കൊടകര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധിച്ചു.
പരിശോധന നടത്തി. ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലെ ഗേറ്റ് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. CCTVയുടെ DVR മോഷ്ടാക്കൾ കവർന്നതിനാൽ ദൃശ്യങ്ങൾ ലഭ്യമല്ല. സമീപത്തെ വീടുകളിലെ CCTV പോലീസ് പരിശോധിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് കവർന്ന കോലം, അതിലെ സ്വർണ്ണാഭരണങ്ങൾ എടുത്ത ശേഷം ക്ഷേത്രത്തിന് പുറകിലുള്ള പാടത്തെ വാഴത്തോട്ടത്തിൽ ഉപേക്ഷിച്ച നിലയിൽ പിന്നീട് കണ്ടെത്തി. കേച്ചേരി സെന്ററിൽ KSRTC ബസ്സിന് പുറകിൽ സ്വകാര്യ ബസ്സിടിച്ച് അപകടം. 15ഓളം പേർക്ക് പരിക്കേറ്റു. തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സിന് പുറകിൽ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഇരു ബസ്സുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റവരെ കേച്ചേരി ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് കേച്ചേരിയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജ്യോതിസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. ചാലക്കുടി നഗരസഭ ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനത്തിന്റെ ഉപകരണങ്ങൾ മോഷണം പോയ സംഭവം വിവാദമായി. സ്റ്റേഡിയത്തിനകത്തെ അടച്ചുപൂട്ടിയ മുറിയിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ മോഷണം പോയത് UDF ഭരണസമിതിയുടെ വീഴ്ചയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ ചെയർമാന്റെ ചേംബറിന് മുന്നിലും LDF പ്രവർത്തകർ നഗരസഭ കവാടത്തിലും ധർണ നടത്തി. ചെയർമാന്റെ ചേംബറിന് മുന്നിൽ നടന്ന ധർണ പ്രതിപക്ഷ നേതാവ് CS സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർമാരായ VJ ജോജി, ബിജി സദാനന്ദൻ, KS സുനോജ് എന്നിവർ സംസാരിച്ചു. LDFന്റെ സമരം CPM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. CPI ചാലക്കുടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അനിൽ കദളിക്കാടൻ, നേതാക്കളായ TP ജോണി, ജോസ് പൈനാടത്ത് എന്നിവർ സംസാരിച്ചു. LDFന്റെ സമരത്തെ തുടർന്ന് നഗരസഭാ കാര്യാലയത്തിൽ പോലീസ് എത്തി ഇരുവിഭാഗങ്ങളുമായി ചർച്ച നടത്തി. ഫയർ ആൻഡ് സേഫ്റ്റി ഉപകരണങ്ങൾ മോഷണം പോയത് സംബന്ധിച്ച് നഗരസഭാ സൂപ്രണ്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രേഖാമൂലം പരാതി നൽകിയെന്ന് SI അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിപക്ഷ സമരം അവസാനിപ്പിച്ചത്. 17 ദിവസം മുൻപ് മോഷണത്തെക്കുറിച്ച് ചെയർമാൻ അറിഞ്ഞിരുന്നുവെങ്കിലും രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് CS സുരേഷ് വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. ഇത്രയും ദിവസമായിട്ടും ഇതേക്കുറിച്ച് പോലീസിൽ പരാതി നൽകാതിരുന്നതിൽ ദുരൂഹതയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എന്നാൽ ഇത്രയും വലിയ സംഖ്യയുടെ മോഷണം നടന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞതെന്ന് നഗരസഭാ ചെയർമാൻ എബി ജോർജ് വാർത്താ സമ്മേളനത്തിൽ മറുപടി നൽകി. ഇതിനു മുൻപ് ഇൻഡോർ സ്റ്റേഡിയത്തിന് പുറത്ത് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ചില പൈപ്പുകൾ നഷ്ടപ്പെട്ടിരുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ജില്ലാ പഞ്ചായത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. ഇവരുടെ റിപ്പോർട്ട് ലഭിച്ച ഉടനെ പോലീസിൽ പരാതി നൽകാൻ മുനിസിപ്പൽ എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും ചെയർമാൻ എബി ജോർജ് പറഞ്ഞു. നഗരസഭയുടെ പൂർണ്ണ ഉത്തരവാദിത്തത്തിലുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഉപകരണങ്ങൾ മോഷണം പോയ വിവരം TCV ആണ് ആദ്യം പുറത്തുവിട്ടത്. TCV ചാലക്കുടി. ചാവക്കാട് സബ് ട്രഷറി ജീവനക്കാരുടെ നിരുത്തരവാദിത്വപരമായ പ്രവർത്തനങ്ങൾക്കെതിരെ എളവള്ളി പഞ്ചായത്ത് രംഗത്ത്. സമയബന്ധിതമായി ബില്ലുകൾ സമർപ്പിച്ചിട്ടും ട്രഷറി ജീവനക്കാരുടെ അനാസ്ഥയിൽ പഞ്ചായത്തിന് പദ്ധതികൾ നഷ്ടപ്പെട്ടതായി പരാതി. കഴിഞ്ഞ മാർച്ച് 31-നകം മാറേണ്ട ബില്ലുകൾ 25-ന് 5 മണിക്ക് മുൻപ് ട്രഷറി ഓഫീസിൽ ഹാജരാക്കണമെന്നായിരുന്നു സർക്കാർ നിർദ്ദേശം. അത്തരം ഹാജരാക്കപ്പെടുന്ന ബില്ലുകൾ 2023-24 വർഷത്തെ പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി ക്യൂ ബില്ലായി നൽകുമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അറിയിപ്പ് നൽകിയിരുന്നു. ഇതുപ്രകാരം എളവള്ളി ഗ്രാമപഞ്ചായത്ത് 61 ബില്ലുകൾ സമയത്തിന് മുൻപ് തന്നെ ട്രഷറിയിൽ ഏൽപ്പിച്ചിരുന്നു. അതിൽ 12 ബില്ലുകൾ മാത്രമാണ് അംഗീകരിച്ചു നൽകിയത്. മറ്റ് 49 ബില്ലുകളിലായി 56,77,477 രൂപ ട്രഷറി ജീവനക്കാരുടെ അനാസ്ഥ മൂലം 2023-24 വർഷത്തെ ഫണ്ടിൽ നിന്നും ഗ്രാമപഞ്ചായത്തിന് നഷ്ടപ്പെട്ടു. ഇത്തരം ബില്ലുകൾ 2024-25 വർഷം അനുവദിച്ച പദ്ധതി വിഹിതത്തിൽ നിന്നും നൽകാമെന്ന് പുതിയ നിർദ്ദേശമുണ്ടെങ്കിലും പുതിയ വർഷത്തെ 56,77,477 രൂപയുടെ പദ്ധതികൾ ഇതുമൂലം നഷ്ടപ്പെടും. ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ജില്ലാ ട്രഷറി ഓഫീസർക്ക് പരാതി നൽകിയിരുന്നു. ജില്ലാ ട്രഷറി ഓഫീസർ ആരോപണ വിധേയരായ ചാവക്കാട് സബ് ട്രഷറി ഓഫീസിൽ നിന്നും റിപ്പോർട്ട് തേടി. ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് നഷ്ടപ്പെടുത്തിയ ചാവക്കാട് സബ് ട്രഷറി ജീവനക്കാർക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് സംസ്ഥാന ട്രഷറി ഡയറക്ടർക്ക് ഇപ്പോൾ വീണ്ടും പരാതി നൽകിയിരിക്കുകയാണ്. തീർച്ചയായും ഇതിനെതിരെ ശക്തമായ നടപടികളിൽ മുന്നോട്ട് പോകും. ഇതിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ട്രഷറി ഡയറക്ടർക്കും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിനും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പിനും മന്ത്രിമാർക്കും കത്ത് നൽകിയിട്ടുണ്ട്. ആവശ്യമായ ഭരണസമിതി തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് എല്ലാ നിയമ നടപടികളുമായി ഇതുമായി മുന്നോട്ട് പോകാനാണ് ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനം. സമയബന്ധിതമായി ബില്ലുകൾ സമർപ്പിച്ചിട്ടും
ട്രഷറി ജീവനക്കാരുടെ അനാസ്ഥയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിന് നഷ്ടപ്പെട്ട തുക 2024-25 വർഷത്തെ പഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ അധികമായി അനുവദിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാൻ ആവശ്യപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ധനകാര്യ വകുപ്പ് മന്ത്രിമാർക്കും പ്രസിഡന്റ് ജിയോ ഫോക്സ് കത്ത് നൽകിയിട്ടുണ്ട്. ഫണ്ട് ലഭ്യമാകുന്നതിന് ഭരണസമിതി ചേർന്ന് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു. TCV പാവറട്ടി. ദേശീയ തലത്തിൽ മോദി വിരുദ്ധ വികാരത്തിന് സമാനതയുള്ള വികാരമാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അലയടിച്ചതെന്ന് NK പ്രേമചന്ദ്രൻ MP. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം TCVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാനുള്ള സാധ്യതയും സാഹചര്യവും ഓരോ ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വർദ്ധിക്കുകയാണ്. മോദിയും BJPയും ഇപ്പോൾ 200 സീറ്റ് തികയ്ക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ്. പെൻഷനും ശമ്പളവും ലഭിക്കാത്തതും പരമ്പരാഗത വ്യവസായ മേഖലയുടെ തകർച്ചയും മൂലം പിണറായി സർക്കാരിനെ ജനം കൈയൊഴിഞ്ഞു. മതേതര ജനാധിപത്യ ഇന്ത്യയെ വീണ്ടെടുക്കണമെങ്കിൽ കോൺഗ്രസ് തിരിച്ചു വരണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ദേശീയ തലത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാരണം ഈ ഭരണത്തോടുള്ള ജനങ്ങളുടെ വെറുപ്പും അറപ്പും പ്രതിഷേധവും അണപൊട്ടി ഒഴുകിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. പെൻഷൻ ലഭിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ശമ്പളം ലഭിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഇങ്ങനെ നാനാമുഖമായിട്ടുള്ള നാനാതുറയിലുള്ള ജനങ്ങൾ, കശുവണ്ടി തൊഴിലാളികൾ ഉൾപ്പെടെ പരമ്പരാഗത വ്യവസായ മേഖലയുടെ തകർച്ച, ധൂർത്തും ആർഭാടവും ധിക്കാരവും ധാർഷ്ട്യവും സ്വജനപക്ഷപാതവും പിൻവാതിൽ നിയമനവും ഒക്കെ നടത്തി സമ്പൂർണമായിട്ടുള്ള സമഗ്രമായ പാർട്ടി ആധിപത്യത്തിലൂടെ സംസ്ഥാനത്തിൻ്റെ സംസ്കാരത്തിൻ്റെയും സർവ്വ നന്മകളെയും തകർത്തെറിഞ്ഞുകൊണ്ട് അധികാരത്തിൽ തുടരുന്ന പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഏറ്റവും കനത്ത വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ളത്. പുതുക്കാട് വീടിനുള്ളിൽ വിരിച്ച ടൈലുകൾ പൊട്ടിത്തെറിച്ചത് പരിഭ്രാന്തി പരത്തി. പുതുക്കാട് കാഞ്ഞുപ്പാടം ഞെരിഞ്ഞാംപിള്ളി പരേതനായ ജോഷിയുടെ വീട്ടിലെ ടൈലുകളാണ് കഴിഞ്ഞ രാത്രിയിൽ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത്. സംഭവം നടക്കുമ്പോൾ ജോഷിയുടെ ഭാര്യയും 2 മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ശബ്ദം കേട്ട് ഇവർ പുറത്തേക്ക് ഓടുകയായിരുന്നു. വീടിന്റെ ഹാളിൽ വിരിച്ച ഭൂരിഭാഗം ടൈലുകളും മറ്റ് മുറികളിലെ ടൈലുകളും ഭാഗികമായും ഇളകിയ നിലയിലാണ്. ഏകദേശം 1 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി വീട്ടുകാർ പറയുന്നു. വില്ലേജിലും പഞ്ചായത്തിലും പരാതി നൽകിയിട്ടുണ്ട്. തീരദേശ പരിപാലന നിയന്ത്രണ ചട്ടത്തിൽ ചുറ്റിത്തിരിഞ്ഞ് വീട് നിർമ്മാണത്തിന് പഞ്ചായത്ത് നൽകിയ അനുമതി പത്രം പിൻവലിച്ചു. പഴയ വീട് പ്രളയത്തിൽ മുങ്ങി വാസയോഗ്യമല്ലാതായപ്പോൾ പൊളിച്ചു നീക്കി. മാളപ്പള്ളിപ്പുറം സ്വദേശി ചെന്തുരുത്തിക്കാരൻ രാധയും കുടുംബവും ആട്ടിൻകൂട് ഒറ്റമുറി വീടാക്കി മാറ്റി അതിലാണ് ഇപ്പോൾ താമസം. മഴക്കാലമായാൽ വെള്ളം കയറുന്ന വീടിന്റെ ഓല മേഞ്ഞത് ദ്രവിച്ചു പോയപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റിട്ടാണ് ചോർച്ച തടയുന്നത്. താമസിക്കാൻ ഇടമില്ലാതായപ്പോഴാണ് ആടുകളെ ഒഴിവാക്കി അവിടേക്ക് മാറിയതെന്ന് രാധ പറഞ്ഞു. ഞങ്ങളുടെ വീടായിരുന്നു. ആ വീട് ഞങ്ങൾ വെള്ളപ്പൊക്കം വന്നപ്പോൾ അത് ഇതായി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ആട്ടുംകൂടിലേക്കാണ് മാറി താമസിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലം 3-4 ഇന്നവരെ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നൊരു പെരയുടെ ഇത് പാസ്സായി വന്നെന്നും പറഞ്ഞ് ഞങ്ങൾ വലിയ സന്തോഷത്തിലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്കത് ഇവരിങ്ങനെ ഇത് മാറ്റി അവർ ഇപ്പോൾ പെർമിറ്റ് തന്നത് ഇപ്പോൾ അടയ്ക്കാൻ പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞേക്കുന്നത്. തിരിച്ചങ്ങോട്ട് കൊണ്ടുതരണമെന്നാണ് പറഞ്ഞത്. രാധയുടെ മകനും ഭാര്യയും 10ലും 5ലും പഠിക്കുന്ന 2 മക്കളുമാണ് ഈ കുടുംബത്തിൽ കഴിയുന്നത്. ഒറ്റമുറി വീട്ടിൽ ഒരു ഭാഗം തുണി കൊണ്ട് മറച്ചാണ് അടുക്കള തിരിച്ചിട്ടുള്ളത്. ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മാണത്തിനായി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് 2024 ഏപ്രിൽ 27-ന് പ്ലാൻ അംഗീകരിച്ച് അനുമതി നൽകിയിരുന്നു. ഇതിന്റെ ഫീസും പഞ്ചായത്ത് കൈപ്പറ്റിയിട്ടുണ്ട്. ഇത്രയും നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നിർമ്മാണം തുടങ്ങുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോഴാണ് മെയ് 17-ന് പെർമിറ്റ് റദ്ദാക്കി പഞ്ചായത്ത് സെക്രട്ടറി കത്തയച്ചത്. 1 മാസമായി ഞങ്ങൾക്ക് പെർമിറ്റ് കിട്ടിയിട്ട്. ഇപ്പം ഇന്നലെ വൈകുന്നേരമാണ് പറഞ്ഞേക്കണത് അവർ ഇത് പെർമിറ്റ് നിങ്ങളുടെ ക്യാൻസലായി, അത് കൊണ്ടുവന്ന് പഞ്ചായത്തിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞത്. വെള്ളം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ കിടക്കാനായിട്ട് പറ്റില്ല. അംഗീകാരം നൽകിയ സ്ഥലം തീരദേശ പരിപാലന നിയന്ത്രണ പരിധിയിലാണെന്ന് LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി റദ്ദാക്കുന്നതെന്നും ജില്ലാതല കമ്മിറ്റിയുടെ അനുമതി ലഭിക്കുന്നതുവരെ പെർമിറ്റ് ഉപയോഗിക്കരുതെന്നും തിരിച്ചേൽപ്പിക്കണമെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. നിർമ്മാണം തടഞ്ഞ സ്ഥലത്തിനടുത്ത് കായൽ അനുബന്ധ തോടുകൾ മാത്രമാണ് ഉള്ളതെന്നും കായലിനടുത്ത് വരെ നിരവധി വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും രാധയും കുടുംബവും ചൂണ്ടിക്കാണിക്കുന്നു. TCV മാള. കുന്നംകുളം പട്ടാമ്പി റോഡിൽ അപകടാവസ്ഥയിലായ കെട്ടിടത്തിന്റെ മുൻവശം കുന്നംകുളം നഗരസഭാ അധികൃതരുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കി. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലുമാണ് കെട്ടിടത്തിന്റെ മുൻവശത്തെ സൺഷൈഡ് തകർന്ന് അപകടാവസ്ഥയിലായത്. കഴിഞ്ഞ ദിവസം കുന്നംകുളം നഗരസഭയിൽ ചേർന്ന കൗൺസിൽ യോഗത്തിൽ നഗരത്തിൽ ഉൾപ്പെടെ അപകട ഭീഷണിയിലായ 20ഓളം കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണമെന്ന പ്രതിപക്ഷ കൗൺസിലർമാരുടെ ആവശ്യം നഗരസഭാ കൗൺസിൽ അംഗീകരിച്ചിരുന്നു. നഗരസഭ വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ PM സുരേഷ്, ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ
ടി സോമശേഖരൻ, കുന്നംകുളം നഗരസഭാ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കെട്ടിടത്തിന്റെ മുൻവശം പൊളിച്ചു നീക്കിയത്. പെരിഞ്ഞനം പഞ്ചായത്തിലെ വി.പി. നായർ റോഡിന്റെ നവീകരണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. പെരിഞ്ഞനം ഓണപ്പറമ്പ് മുതൽ നെടുമ്പറമ്പ് വരെയുള്ള റോഡാണ് ഭാഗികമായി നവീകരിച്ച് ബാക്കി ഭാഗം ശോചനീയാവസ്ഥയിൽ കിടക്കുന്നത്. 1100 മീറ്റർ നീളമുള്ള റോഡിന്റെ 650 മീറ്ററോളം ടൈൽ വിരിച്ച് നവീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗം ഇപ്പോഴും കുണ്ടും കുഴിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത സ്ഥിതിയാണ്. MLA ഫണ്ടിൽ നിന്ന് 40 ലക്ഷവും ജില്ലാ പഞ്ചായത്തിന്റെ 10 ലക്ഷവും ചേർന്ന് 50 ലക്ഷം രൂപ ചിലവഴിച്ച് റോഡ് നവീകരണം ആരംഭിച്ചെങ്കിലും പകുതി ഭാഗം മാത്രമേ പൂർത്തിയാക്കാൻ കഴിഞ്ഞുള്ളൂ. റോഡ് മുഴുവൻ നവീകരിക്കാനുള്ള ഫണ്ട് തികഞ്ഞില്ലെന്നാണ് അധികൃതർ പറയുന്നത്. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് നെടുമ്പറമ്പ് ഭാഗം കൂടി നവീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നെടുമ്പറമ്പ് മഹല്ല് പ്രവാസി കൂട്ടായ്മ പഞ്ചായത്തിനും MLAയ്ക്കും ഇത് സംബന്ധിച്ച് നിവേദനം നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ റോഡിൻ്റെ അവസ്ഥ നോക്കിയാൽ ഒരു വണ്ടി പോണ കോലോണ കാണുന്നതൊക്കെ അറിയാം. അപ്പോൾ ഇവിടെ കുട്ടികൾ വീണ് അപകടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉള്ള ഈ കുഴികളിൽ ഇവരൊക്കെ കൊണ്ടുപോയിട്ട് മണ്ണും കൽപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പാവപ്പെട്ട ഇവർ ചട്ടിയിൽ ചോന്നിട്ടുണ്ട് എല്ലാവരും ഇട്ടത്. പക്ഷേ ഒരു മഴ പെയ്തപ്പോൾ അതൊക്കെ ആകെ പോയൊക്കെയാണ്. ഇപ്പോൾ MLA ഇന്നലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തെങ്കിലും ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചെയ്ത് പെട്ടെന്ന് ആക്കണം എന്നുള്ള ഒരു അപേക്ഷയാണുള്ളത്. കൃഷ്ണമാഷ സ്കൂളും ഒന്ന് കിഴക്കോട്ട് കൊറ്റംകുളം വരെ ആണ് ആദ്യത്തെ റോഡ്. ആ റോഡാണ് ഈ രൂപത്തിൽ കിടക്കുന്നത്. ഇതിന് പരിഹാരം ഈ പഞ്ചായത്തോ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ടവരോ ഉണ്ടാക്കി തരണമെന്ന് ഈ നാടിൻ്റെ ആവശ്യമാണ്. 5 വർഷത്തിലേറെ കാലമായി തുടരുന്ന പെരിങ്ങോട്ടുകരയിലെ യാത്രാ ദുരിതത്തിന് ഈ വർഷക്കാലത്തും അറുതിയായില്ല. കുടിവെള്ള പദ്ധതികൾക്കായി പൊളിക്കലും പൈപ്പിടലും മൂലം താന്യം വാട്ടർ ടാങ്ക് മുതൽ പെരിങ്ങോട്ടുകര സോമശേഖര നഗർ വരെ റോഡ് തകർന്നു കിടക്കുകയാണ്. മഴക്കാലത്തിന് മാസങ്ങൾ മുൻപേ റോഡിന്റെ ഒരു വശം പൊളിച്ച് പൈപ്പിടൽ കഴിഞ്ഞതാണ്. എന്നാൽ നാളിതുവരെയായിട്ടും റോഡ് ഗതാഗത യോഗ്യമാക്കാൻ ജല അതോറിറ്റി പൊതുമരാമത്ത് അധികൃതർ തയ്യാറായിട്ടില്ല. ഒരു വരി മാത്രമായിട്ടാണ് ഇതിലൂടെ ഗതാഗതം സാധ്യമാകുന്നത്. പലയിടത്തും റോഡ് കുറുകെ പൊളിച്ചിട്ടിരിക്കുന്നത് അപകടക്കെണിയാകുന്നുണ്ട്. പെരിങ്ങോട്ടുകര മൂന്നും കൂടിയ ജംഗ്ഷനിൽ കാൽനട പോലും സാധ്യമാകാത്ത നിലയിലാണ് റോഡിന്റെ അവസ്ഥ. വളവിനോട് ചേർന്ന് വരുന്ന താന്യം പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിന് മുൻപിലത്തെ വലിയ കുഴികളിൽ അപകടം പതിയിരിക്കുന്നുണ്ട്. കുഴികളിൽ വെള്ളം നിറയുമ്പോൾ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഇതിൽ വീണ് അപകടം പതിവാണ്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതികരിക്കാൻ താന്യം പഞ്ചായത്തിലെ ജനപ്രതിനിധികളും തയ്യാറാകാത്തതാണ് റോഡിലെ തീരാ ദുരിതത്തിന് കാരണം. ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും നിസ്സംഗതയ്ക്കെതിരെ ജനരോഷം രൂക്ഷമാണ്. TCV ന്യൂസ്, അന്തിക്കാട്. ഇരിങ്ങാലക്കുട ചേലൂരിൽ കാണാതായ യുവാവിനെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. ചേലൂർ സ്വദേശി പൂതോട്ട് വീട്ടിൽ 42 വയസ്സുള്ള ബിജുവാണ് മരിച്ചത്. കഴിഞ്ഞ 2 ദിവസമായി ഇയാളെ കാണാനില്ലായിരുന്നു. പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തുന്നതിനിടെ വീട്ടിലേക്കുള്ള വഴിയിലെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇരിങ്ങാലക്കുട പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ നാട്ടികയിലെ റോഡുകളിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് റോഡുകൾ കുളമാക്കിയ നാട്ടിക പഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ബീച്ച് റോഡിൽ പ്രതീകാത്മകമായി വലവീശി സമരം നടത്തി. റോഡുകളുടെ അറ്റകുറ്റപ്പണിയും തോടുകളുടെയും കാനകളുടെയും ശുചീകരണവും പഞ്ചായത്ത് അധികൃതർ സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപ്രമത്ത് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് AN സിദ്ധപ്രസാദ്, മധു അന്തിക്കാട്ട്, രഹന ബിനീഷ് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. വെലുപ്പാടം വെട്ടിങ്ങപ്പാടം പഞ്ചായത്ത് റോഡിലെ കുഴികൾ അപകട ഭീഷണിയാകുന്നു. റോഡിലെ കുഴികളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി കുഴിയിലെ മണ്ണും റോഡിന്റെ വശങ്ങളിലെ മണ്ണും നീക്കം ചെയ്തിരുന്നു. ഇതുമൂലം കാൽനടക്കാർക്കും വാഹനങ്ങൾക്കും ദുരിതമായി. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വരന്തരപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറിക്ക് മനുഷ്യാവകാശ പ്രവർത്തകൻ സുരേഷ് ചെമ്മനാടൻ പരാതി നൽകി. ഗുരുവായൂർ ക്ഷേത്രനടയിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി നഗരസഭയുടെയും ദേവസ്വത്തിന്റെയും എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തി. കാനയിലെ ഒഴുക്ക് അറിയുന്നതിനായി മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് പരിശോധിച്ചു. തെക്കേ നടയിൽ കാര്യമായ തടസ്സം കണ്ടെത്താനായില്ല. ചിലയിടങ്ങളിൽ സൈഡ് ചേംബറുകൾക്ക് സമീപം ഒഴുക്ക് കുറയുന്നതായി കണ്ടെത്തി. ഇതേ തുടർന്ന് ചേംബറുകൾ വൃത്തിയാക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. നഗരസഭ സെക്രട്ടറി H. അഭിലാഷ് കുമാർ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് എഞ്ചിനീയറിംഗ് സംഘം പരിശോധന നടത്തിയത്.
മതിലകത്ത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ മട്ടയരി മായം കലർന്നതെന്ന് സംശയം. മതിലകത്തെ ARD 164 നമ്പർ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ മട്ട അരി ചൂടുവെള്ളത്തിൽ കഴുകിയപ്പോഴാണ് ചുവന്ന നിറം കണ്ടത്. അരി കഴുകിയ പ്ലാക്കൽ ജെസി എന്ന വീട്ടമ്മയുടെ കൈകളിൽ മെഴുക്ക് രൂപേണയുള്ള നിറം കണ്ടെത്തി. ചൂടുവെള്ളത്തിൽ മട്ട അരി കഴുകിയ മറ്റൊരു കാർഡുടമയും സമാന പരാതി പറഞ്ഞതായി റേഷൻ കട നടത്തിപ്പുകാരൻ പറയുന്നു. അതേസമയം ഇതേ അരി പച്ചവെള്ളത്തിൽ കഴുകിയപ്പോൾ യാതൊരു മാറ്റവും ഉണ്ടായില്ലെന്ന് കാർഡുടമയായ ജെസി പറഞ്ഞു. റേഷൻ കടയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച താലൂക്ക് റേഷനിംഗ് ഇൻസ്പെക്ടർ അരി വിൽക്കേണ്ടതില്ലെന്ന് നിർദ്ദേശം നൽകി. കളർ മാറ്റം കണ്ട ചാക്കിലെ അരിയുടെ സാമ്പിൾ RI പരിശോധിച്ചു. സാമ്പിൾ ക്വാളിറ്റി കൺട്രോളറുടെ പരിശോധനയ്ക്ക് അയക്കുമെന്നും ഇതിന്റെ ഫലം ലഭിച്ച ശേഷം മാത്രമേ അരിയിലെ നിറത്തെക്കുറിച്ച് കൃത്യമായ വിവരം പറയാനാകൂവെന്നും റേഷനിംഗ് ഇൻസ്പെക്ടർ പറഞ്ഞു. കരവിരുതിൽ കമനീയ ഭാവം പകർന്ന് മൊണാലിസയുടെ രൂപം മരത്തിൽ കൊത്തിയെടുത്ത രഘു കുരുവിലശ്ശേരി ഒരാഴ്ച സമയമെടുത്താണ് തേക്ക് മരത്തിൽ മൊണാലിസയെ രൂപപ്പെടുത്തിയത്. 2.5 അടി നീളത്തിൽ 1.5 അടി വീതിയുള്ള ചെറിയ മേശയിലാണ് കൊത്തുപണി നടത്തിയത്. മേശയുടെ മുകളിലെ ചില്ലിനടിയിലാണ് മൊണാലിസയുടെ രൂപമുള്ളത്. മരത്തിൽ കലാസൃഷ്ടികൾ നടത്തുന്ന രഘു ചിരട്ട കൊണ്ട് സംഗീതോപകരണങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധേയനായിരുന്നു. ഈ മൊണാലിസ ചെയ്യാനുള്ളൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഈ ടീപ്പയുടെ ഓണർക്ക് എന്തെങ്കിലും വെറൈറ്റി ഒരു സാധനം വേണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ഒരു ആവശ്യം പറഞ്ഞു, ഇങ്ങനെ മൊണാലിസ ചെയ്താലോ അല്ലെങ്കിൽ റോസാപ്പൂ ചെയ്താലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മൊണാലിസ ചെയ്യാം. മൊണാലിസ ആകുമ്പോൾ വേറെ ഇതുപോലത്തെ ഒരു ടീപ്പ് ആരും ഇറക്കിയിട്ടില്ല എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. ചിത്രകാരൻ കൂടിയായ ഇദ്ദേഹം കൊത്തുപണികളിൽ വേറിട്ട ആശയങ്ങളും രൂപങ്ങളും ഒരുക്കുന്നതിൽ മികവ് തെളിയിച്ചിട്ടുണ്ട്. വീടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഒരേ സമയം വിവിധ രൂപങ്ങൾ മരത്തിൽ കൊത്തിയെടുക്കുന്നത്. മാള. ചേറ്റുവ ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ചേറ്റുവ പാലത്തിന് സമീപം വൈദ്യുതി തൂൺ മണ്ണ് ഒലിച്ചു പോയി വീഴാറായ നിലയിൽ. തുടർച്ചയായി മഴ പെയ്യുന്നതിനാൽ മണ്ണ് കുത്തിയൊലിച്ചു പോകുന്നത് മൂലം ഏത് സമയത്തും അപകടം സംഭവിക്കാവുന്ന നിലയിലാണ്. പാലത്തിനോടും പുഴയോടും ചേർന്ന് നിൽക്കുന്ന ഭാഗമായതിനാൽ വാഹനയാത്രക്കാർക്കുൾപ്പെടെ അപകടങ്ങൾക്കിടയാക്കും. അപകടാവസ്ഥ ഒഴിവാക്കാൻ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വെള്ളിക്കുളങ്ങര 2 കൈ റോഡിലെ സെയ്താലി കയറ്റത്ത് കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിൽ ഇടിച്ചു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. KSEB വെള്ളിക്കുളങ്ങര സെക്ഷനിലെ ജീവനക്കാർ എത്തി ഒടിഞ്ഞ വൈദ്യുതി തൂൺ മാറ്റി വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു. കനത്ത മഴയിൽ തിരുവള്ളക്കാവ് ക്ഷേത്രത്തിന് സമീപത്തെ പഞ്ചായത്ത് കുളത്തിന്റെ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. നിരവധി വാഹനങ്ങളും ആളുകളും സഞ്ചരിക്കുന്ന റോഡിനരികിലെ കുളത്തിന്റെ സംരക്ഷണ ഭിത്തി ഉടൻ പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. മാന്നമംഗലം കട്ടിങ്ങൽ റോഡിൽ ബൈക്ക് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ 1 മാസത്തോളമായി ഈ ബൈക്ക് റോഡരികിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ബൈക്കിന് ചുറ്റും പുൽപ്പടർപ്പുകൾ വളർന്നിട്ടുണ്ട്. പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് ഉല്ലൂർ പോലീസിൽ പരാതി നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ മഴയിൽ പരക്കെ നാശം. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ 7 വീടുകൾ ഭാഗികമായി തകർന്നു. പാവറട്ടിയിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. ചെവൂരിൽ ഫർണിച്ചർ നിർമ്മാണശാലയിൽ വൻ അഗ്നിബാധ. ഫർണിച്ചറും മെഷീനറികളും കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം. വടകര പുന്നിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ മോഷണം. ഓഫീസ് കുത്തിത്തുറന്ന് സ്വർണം പൂശിയ കോലം കവർന്നു. ക്ഷേത്രത്തിനുള്ളിലും പുറത്തുമായുള്ള 6 ഭണ്ഡാരങ്ങളും കുത്തിത്തുറന്ന് പണം കവർന്നു. കേച്ചേരി സെന്ററിൽ KSRTC ബസിന് പുറകിൽ സ്വകാര്യ ബസ് ഇടിച്ച അപകടം. അപകടത്തിൽ 15ഓളം പേർക്ക് പരിക്കേറ്റു. വെള്ളറക്കാട് മനപ്പടിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ചു മറിഞ്ഞ് യുവതി ഉൾപ്പെടെ 2 പേർക്ക് സാരമായി പരിക്കേറ്റു. ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനത്തിന്റെ ഉപകരണങ്ങൾ മോഷണം പോയ സംഭവത്തിൽ വിവാദം മുറുകുന്നു. UDF ഭരണസമിതിയുടെ വീഴ്ചയാണെന്ന് ആരോപിച്ച് നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ചാവക്കാട് സബ് ട്രഷറി ജീവനക്കാർക്കെതിരെ എളവള്ളി പഞ്ചായത്ത്. സമയബന്ധിതമായി ബില്ലുകൾ സമർപ്പിച്ചിട്ടും ട്രഷറി ജീവനക്കാരുടെ അനാസ്ഥയിൽ പഞ്ചായത്തിന് പദ്ധതികൾ നഷ്ടപ്പെട്ടതായി ആക്ഷേപം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.